ഇനി നമുക്ക് മഹാരാഷ്ട്രയിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരമാണ് മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയും മുംബൈ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയും മുംബൈ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ടു താനെ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ടു താനെ. ഇന്ത്യയിലെ പ്രഥമ മാരിടൈം ഉച്ചകോടിക്ക് വേദിയായ നഗരം, ആദ്യത്തെ മാരിടൈം ഉച്ചകോടിക്ക് വേദിയായ നഗരവും മുംബൈയാണ്. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനും മുംബൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് മുംബൈയിലാണ്. 1987 HSBC ബാങ്കിൽ. ഇന്ത്യയിലെ ആദ്യ മഹിളാ ബാങ്ക് സ്ഥാപിക്കപ്പെട്ട നഗരവും മുംബൈയാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച നഗരം എന്നാണ് മുംബൈനെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച നഗരമെന്നാണ് മുംബൈ അറിയപ്പെടുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് മുംബൈയിലാണ്. ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് അത് നടന്നത്. അതിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതും മുംബൈയിലാണ്, ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയതും മുംബൈയിലാണ്. ബോംബെ കുർള. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയതും മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഹരി വ്യാപാരം നടക്കുന്ന നഗരം മുംബൈയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓഹരി വ്യാപാരം നടക്കുന്ന നഗരം മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ചേരി മ്യൂസിയം ധാരാവി. ഇന്ത്യയിലെ ആദ്യ ചേരി മ്യൂസിയം ധാരാവി, അതും മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമെന്നും മുംബൈ അറിയപ്പെടുന്നു. ദ ടവർ ഓഫ് ലൈസൻസ് എന്നറിയപ്പെടുന്ന നഗരവും മുംബൈയാണ്. ദ ടവർ ഓഫ് ലൈസൻസ് എന്നറിയപ്പെടുന്ന നഗരവും മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയം ചെന്ന തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് റീഗൽ തിയേറ്റർ, അത് മുംബൈയിലാണ്. പടിഞ്ഞാറിൻ്റെ വാതിൽ എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്.